മല്ലു ട്രാവലറിന്റെ ഒരു ഇഷ്യൂ ഒരു യൂട്യൂബർ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയി നോക്കിയത്. മല്ലു ട്രാവലിന്റെ ഫോളോവർ അല്ല ഞാൻ. വാസ്തവത്തിൽ എനിക്ക് അയാളോട് തീരെ വെറുപ്പും ദേഷ്യവും ഒക്കെയാണ്. അതിന്റെ റീസൺ അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ എക്സ് വൈഫുമായിട്ട് അദ്ദേഹം ചെയ്ത കുറച്ച് കാര്യങ്ങൾ, എക്സ് വൈഫിനോട് അദ്ദേഹം ചെയ്ത കുറേ ദ്രോഹങ്ങൾ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് പുള്ളിയോട് ഭയങ്കര ശത്രുതയാണ്. ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ രണ്ട് വ്യക്തികൾ പിരിഞ്ഞാൽ അത് അമിക്കബിളി പിരിയണമെന്നും അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകളും തെറിവിളികളും പാടില്ല എന്നൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ എൻ്റെ ഒരു ഇത് തെറ്റായിരിക്കാം, ചിലർക്ക് അവരവരുടെ ദേഷ്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു തീർക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കാം. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. കാരണം നമ്മൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അയാൾക്കൊപ്പം സന്തോഷമായിട്ടിരുന്നിട്ട് പിന്നെ അയാളെ തെറി പറഞ്ഞിട്ട് നാട്ടുകാരെ മുമ്പിൽ കഴുത്തരുത്. കാണുമ്പോൾ രണ്ട് പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നാട്ടുകാരെ മുമ്പിട്ട് ഓരോന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. പിന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ഒരു വ്യക്തിയും പെർഫെക്റ്റ് അല്ല. ഒരു വ്യക്തിയും നമുക്ക് പൂർണ്ണത നേടിയ ഒരു വ്യക്തിയും നമുക്ക് കാണിച്ചു തരാനൊക്കത്തില്ല. എല്ലാവർക്കും ചില പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് നല്ല ക്വാളിറ്റി ഉള്ളവരായിരിക്കും, ചിലർക്കൊക്കെ ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാരുണ്ടാകും. അപ്പോൾ ഡിപ്പെൻസ് ഓൺ നമ്മളുടെ മൈൻഡ് സെറ്റാണ്. ഈ ബിഗ് ബോസ് ഈ പറയുന്ന കണക്ക് നിന്റെ കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു എന്ന് പറയുന്ന കണക്ക് അതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഈ മല്ലു ട്രാവലിൻ്റെ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിയോട് അയാൾ ചെയ്തതിനൊക്കെ ആ കുട്ടി വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു എനിക്കിങ്ങനെ ഒരു ഈ ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഒരാളുടെയും കഥകൾ കേൾക്കുമ്പം ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണായ ഒരു കഥ ഞാൻ വേറെ ആരുടെയും കേട്ടിട്ടില്ല. അത്രയ്ക്കുണ്ടായിരുന്നു മല്ലു ട്രാവലിൻ്റെ എക്സ് വൈഫിന് പറയാനുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പല പ്രാവശ്യവും പുള്ളിക്കാരൻ അവളെ അടിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭം പോലും അയാൾ കളയാറില്ല. എടുത്ത് വെച്ചങ്ങ് അറുമാദിക്കാൻ അവനെ നിവർത്തികേടിൻ്റെ പാരമ്യതയിലാണ് ആ പെൺകുട്ടി വന്ന് അവനെതിരെ പറഞ്ഞത്. പക്ഷെ അപ്പോഴും എന്നോട് ഇത് വീഡിയോ എടുക്കരുത്, ഇത് പബ്ലിഷ് ചെയ്യരുത്, എനിക്ക് ഇത്തായോട് മാത്രമാണ് പറയാനുള്ളത്. ഇത്ത പറഞ്ഞാൽ എൻ്റെ പേര് കേൾക്കുമെങ്കിൽ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് കുറച്ച് സപ്പോർട്ട് വാങ്ങിത്തരൂ എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ NGO പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല, പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഇച്ചിരി ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുന്നു. ഒരുപാട് പേര് സഹായിച്ചു. ആ കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഇവർ തമ്മിൽ കോംപ്രമൈസായി. അവൾ പോയി ഒപ്പിട്ടൊക്കെ കൊടുത്തു. കാരണം അവൾക്ക് മുൻപോട്ട് ജീവിതമില്ല. അവൾക്ക് 2 കുഞ്ഞുങ്ങൾ രണ്ടാമത്തെ വിവാഹത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുട്ടീനെ കൊണ്ടുവന്ന് നിർത്താനൊന്നും പറ്റത്തില്ല. ആ കുഞ്ഞിനെ മനഃപൂർവ്വമായി അവൾ വിട്ടുകൊടുത്തു. അപ്പോൾ അതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ പരസ്പര ധാരണയുടെ പുറത്താണ് അത് ചെയ്യുന്നത്. നമ്മളൊരു പാർട്ട്ണറെ വേണ്ട എന്ന് വെക്കുമ്പോൾ പാർട്ട്ണർക്ക് മറ്റൊരു ജീവിതം ഉണ്ടാകുമ്പോൾ കിരികിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയല്ലേ അവർ മറ്റൊരാളെ ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒപ്പം വരുന്നിട്ടാണ് പോണതെങ്കിൽ തന്നെ നിങ്ങളെ വേണ്ട എന്നുള്ളത് കൊണ്ടല്ലേ അവർ പോകുന്നത്. പിന്നെന്തിനാ നിങ്ങൾ അവരെ പുറകെ പോയി പിടിക്കുന്നത്? അതൊരു മോശം പരിപാടിയല്ലേ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ പിന്നീട് ഇയാളെ പറ്റി അറിയുന്നതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. യാഥാസ്ഥിതികരുടെ ഒരു നാവായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മല്ലു ട്രാവലിന്. കാരണം സാധാരണക്കാരനായ ഒരാൾ ലോകം ചുറ്റാൻ പോകുന്നു, അത് കാണാൻ ഒരു കൗതുകം ഉണ്ടാകും. നമ്മളിൽ ഏറെ പേര് സാധാരണക്കാരാണല്ലോ. ഹൈ ലെവൽ സ്റ്റാറ്റസ് ഉള്ളവർ വളരെ റെയറാണ്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഓക്കെ, ഇത് നമ്മളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ടാണ് മല്ലു ട്രാവലർ ഫേമസ് ആയത്. ശരിക്കുണ്ടായ ഫാൻ ഫെയിം, അത്രത്തോളം ആൾക്കാർ ഫോളോ ചെയ്യുന്നു, വീഡിയോസ് കാണുന്നു. ഒരു യൂട്യൂബ് നടത്തിക്കൊണ്ട് പോകുന്ന എനിക്ക് അതിൻ്റെ റവന്യൂവും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് കൊണ്ട് തന്നെ പറയാം, പുള്ളി എവിടെയോ എത്തിപ്പെട്ടു. നല്ല രീതിയിൽ ടോപ്പിൽ എത്തിപ്പെട്ട സമയത്ത് വിവാഹം കഴിക്കണു, പ്രഹസനങ്ങളുടെ പിന്നൊരു ഘോഷയാത്ര തന്നെയായിരുന്നു. അതൊക്കെ സഹിക്കാം, കുഴപ്പമില്ലെന്ന് വയ്ക്കാം. പക്ഷേ കിട്ടിയ അവസരം വീട്ടിൽ ഭാര്യ ഉണ്ടായിട്ട് പോലും, അതും അന്യദേശത്ത് നിന്നൊരു കുട്ടിയോട് ആ മോശപ്പെട്ട പ്രവർത്തിച്ചിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടന്നൊരു രീതിയുണ്ടല്ലോ. ഇപ്പോൾ ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ആണുങ്ങൾ തൊട്ടാൽ എന്താ, പിടിച്ചാൽ എന്താന്നൊക്കെ ചോദിക്കും. ഇതേ തിരിച്ച അവസ്ഥ ആണുങ്ങൾക്ക് വന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതൊരു പരിധി വരെ ട്രാൻസ് വിഭാഗം നമുക്കത് സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ്. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ കുറച്ച് വൾഗാരിറ്റി ഉള്ളവർ ഇറങ്ങിയിരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവർ വിത്തൗട്ട് പെർമിഷൻ നമ്മളോട് സെക്സിന് ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യം എന്താണെന്ന് ആണുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പരിധി വരെ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാലേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളോട് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ കുട്ടി അത് വളരെ ഓപ്പണായിട്ടൊന്ന് പറയുമ്പോൾ സൈബർ വിങ്ങും അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ തന്നെ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരെയൊക്കെ കൊണ്ട് ഈ കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വായിരിക്കുന്നത് കണക്കാണ്. ഞാൻ എടുത്ത് ആരുടെയും പേര് പറയുന്നില്ല, പക്ഷെ ഒത്തിരി യൂട്യൂബേഴ്സ് ഇയാളുടെ വലയിൽപ്പെട്ടിട്ട് ഇയാൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ മോശപ്പെട്ടൊരു പ്രവണതയും പ്രവൃത്തിയുമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാത്തിൽ നിന്നും അതീതരാണെന്ന്. നമുക്ക് എന്തൊക്കെയോ പ്രിവിലേജസ് ഉണ്ട്, പണമുണ്ടെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നും നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ധാരണ നമുക്ക് ഉള്ളിൽ വന്നു ചേരും. സ്വാഭാവികമായിട്ട് പണത്തിൻ്റെ ഒരു കൊഴുപ്പുകൊണ്ട് കാണിക്കുന്നതാണ്. ഒരു നിമിഷം മതി നമുക്ക് എന്തും സംഭവിക്കാം. റീസെൻ്റ്ലി ഒരു ആക്സിഡൻറ്റ് കണ്ടില്ലേ, എന്താണ് അയാൾക്ക് കുറവ്? 3 കുട്ടികളും അയാളുമായിട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ആ സ്ത്രീ ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചോ തൻ്റെ 2 പൊന്നോമനകളെയും കൊണ്ട് അയാൾ പോയി കളയുമെന്ന്?
അത് നമുക്ക് പറയാനോ പ്രവചിക്കാനോ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഞാനിരുന്ന് സംസാരിക്കുന്നു, എന്തെങ്കിലും ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായാൽ തന്നെ ഞാൻ നാളത്തേക്ക് ഉണ്ടാവുമെന്ന് പോലും അറിയാനൊക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ചുറ്റും നിലനിൽക്കുമ്പോൾ ഒരല്പം അച്ചടക്കം നമുക്കാകാം. ഓരോ വ്യക്തികളെ ഉപദ്രവിക്കുമ്പോഴും ആ വ്യക്തികൾക്കുണ്ടാകുന്ന മാനസിക വിഷമം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാതെ നമ്മളവരെ വീണ്ടും വീണ്ടും പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ട്രാവലറിന് ഒത്തിരി ഉണ്ടായിരുന്നു. മല്ലു ഭയങ്കരമായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അവൻ്റെ എക്സ് വൈഫിൻ്റെ കേസ് തന്നെ. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എനിക്കൊരു ഒരു തുളി പോലും സങ്കടം തോന്നാറില്ല ഈ ട്രാവലിൻ്റെ ഈ ഒരു വിഷയം കിട്ടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിഷയമെന്ന് അറിയത്തില്ല അല്ലേ? ആക്ച്വലി വിഷയം ഇതാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഞാൻ വായിക്കാം. ആദ്യം ഇട്ടിരിക്കുന്ന 26 ഓഗസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. പ്രിയപ്പെട്ടവരെ, ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഉണ്ടാകണം. ഞാൻ ഇല്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും. തിരിച്ചു വന്നാൽ കാണാം. ഇത് ഇട്ട് ഒത്തിരി പേര് എല്ലാവരും സെറ്റാവും, തിരിച്ചു വാ ബ്രോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻ്റ് ഉണ്ട്. സൈക്കോളജിക്കൽ സെയിൽസ് എന്ന് അതും അങ്ങനെയും പറയുന്നുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു സിമ്പതി ഫീൽ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ഈ രണ്ടാമത് വീണ്ടും ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. 2 ദിവസം മുമ്പേ ഇട്ടതാണിത്. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ഐ ആം ഫെയിൽഡ്. മേ ബി ഇറ്റ്സ് ടൈം ഫോർ എൻഡ്. എല്ലാം നിർത്തി വെക്കാനുള്ളതാണോ, ഇനി മരിക്കാനുള്ളതാണോ, അതോ അസുഖം മാറിയാണ്, എന്താണെന്നത്? ഷബീറിൻ്റെ ഐഡിയ ആർക്കെങ്കിലും അറിയോ? വേറെ ആരും ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല ഇതുവരെ. എന്ത് പറ്റിയതാണെന്ന് ആർക്കെങ്കിലും അറിയുമോ? ഇന്നാലില്ലാഹി വ ഇന്നാലില്ലാഹി റാജിഊൻ. ആദരാഞ്ജലികൾ. എന്ത് മനുഷ്യരാണെന്നോ. വളരെയധികം കമൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ വീഴ്ചയിൽ വന്നിരുന്ന് പറയുന്നോ അല്ലെങ്കിൽ അതിൽ ആഘോഷിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചിലതൊക്കെ കാണുമ്പോൾ നമ്മളതൊരു റിമൈൻഡറായിട്ട് ഇവിടെ പറഞ്ഞിടണം. അതായത് ഇതേപോലെ അഹങ്കരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഷാക്കീർ നന്നായി വരികയോ ഷാക്കീറിന് ഇല്ലാണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഷാക്കീറിൻ്റെ കുടുംബത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. സൊസൈറ്റിയിൽ അവനേക്കാൾ ഏബിളായ ആൾക്കാരുണ്ടാകും. ഇത്തരം ട്രാവൽ വ്ളോഗ്സ് നമുക്ക് കാണിച്ചു തരാനുള്ളവരുണ്ടാകും. ഇത്തരത്തിലുള്ള അഹങ്കാര ചിന്താഗതി കൊണ്ട് നടക്കുന്നവർക്ക് ഇതുപോലുള്ള അവസാനങ്ങൾ തന്നെയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ദൈവം നീതിമാനാണെന്ന്. നീതിമാനാണ്. ദുഷ്ടനെ പന പോലെ വളർത്തും, അതിനേക്കാൾ വേഗത്തിൽ താഴെ തള്ളിയിടുകയും ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥ. എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പെൺകുട്ടി അത്ര വേദനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ നേരിട്ട് കണ്ടതാണ്. മോളെ മൂക്കിലൊരു കുഴലും ഇട്ടുകൊണ്ടാണ് അവൾ നടക്കുന്നത്. ആൻഡ് അവൾ അത്യാവശ്യം ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൂടെ മോട്ടിവേഷൻ സ്പീക്കൊക്കെയാണ് ആ കുട്ടി നടത്തുന്നത്. 2 കുട്ടികളെയും കൊണ്ട് ഇന്നോ നാളെയോ എന്ന് ജീവിക്കുന്ന അവളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് ചെയ്തത് ഷാക്കീർ. ചാനലുണ്ട്, ചാനലുകാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊപ്പം പോയിരുന്നു കൊണ്ട് ആർക്കൊപ്പമൊക്കെ ഒളിച്ചോടിയ പെണ്ണെന്നൊക്കെ പറഞ്ഞ് അതിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഇന്നോ നാളെയോ മരണം കാത്തു കഴിയുന്ന ഒരു പെൺകുട്ടി എന്നൊരു കൺസിഡറേഷൻ പോലും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ കമൻസ് ഒക്കെ കാണുമ്പോൾ അർഹിക്കുന്നത് തന്നെയാണ് ഷാക്കീറിന് കിട്ടിയെന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രത്തോളം മോശപ്പെട്ട രീതിയിൽ ആ പെൺകുട്ടി അവഹേളിച്ചിട്ടുണ്ട്. ഇനി ആ സൗദി പെൺകുട്ടിയുടെ കേസ് എടുക്കാം. അവൾ വന്ന് പറഞ്ഞത് അവളെ അങ്ങനെ ഉപദ്രവിച്ചു, അവൾക്കത് പ്രാക്ടീസ് അല്ല, അവൾക്കത് താല്പര്യമില്ല. സേ സോറി ടു ഹെർ. മേ ബി നിങ്ങൾ അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ തൊട്ടിട്ടുണ്ടാവത്തില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സോറി എന്ന് പറഞ്ഞാൽ എന്ത് മാനം ഇടിഞ്ഞു വീഴുമോ? ഇന്ത്യയുടെ അഭിമാനമാണ് കാക്കപ്പെടുന്നത്. നിങ്ങൾ എവിടെയോ എത്തിപ്പെടുമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തേ? അവൾ കുഴപ്പമാണ്, അവനും അവളും തമ്മിൽ തല്ലലാണ്, അവനും അവളും തമ്മിൽ ശരിയാകത്തില്ല. ഇപ്പം അവരെവിടെ? അവരിപ്പോഴും ഒന്നിച്ച് തന്നെയല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചാണെങ്കിൽ അവരെന്നോ പിരിയണം. കളവുകൾ എന്നും നിലനിൽക്കത്തില്ല ഷാക്കീറെ. എന്നും ഇത് ഒരിക്കലും ഒരാൾക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കളവുകളിൽ കൂടെ നമുക്ക് ജീവിക്കാനാകത്തില്ല. ഇതൊരല്പമെങ്കിലും കുറച്ചൊക്കെ ആകാം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സത്യങ്ങൾ മറച്ചു വെക്കുന്നത് നല്ലതാണ്. അതേസമയം കളവുകളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ലതെന്തെങ്കിലും വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ഇത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തുളി പോലും വിഷമമോ നിങ്ങൾക്ക് എന്തായെന്ന് അറിയാനുള്ള ആഗ്രഹമോ ഇല്ല. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് അസാധ്യമല്ല. കുട്ടി വിളിച്ച അത് കരഞ്ഞത്, അത് പ്രാർത്ഥിച്ചത് ഒക്കെ ഫലം കണ്ടു എന്നാണ് മനസ്സിലാവുന്നത്. പണം കാണുമ്പോഴും അധികാരം കാണുമ്പോഴും നമ്മൾ നമ്മുടെ നില മറക്കരുത്. നമുക്കൊരു നിലയുണ്ട്, അത് വിട്ട് നമ്മൾ പെരുമാറരുത്. നിലത്ത് നിന്ന് തുടങ്ങിയതാണ്, ആ നിലത്ത് തന്നെ നിൽക്കുന്നതിന് എപ്പോഴും സേഫ്. മുകളിൽ എത്തിപ്പെട്ടാൽ താഴേക്കുള്ള വീഴ്ച ഭയങ്കര വേദന തരുന്നതാണ്. നിലത്ത് തന്നെയാണെങ്കിൽ ഒരു വിഷമവും ഇല്ല, അവിടെയല്ലേ ആ വീഴ്ച നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അടക്കം ഉണ്ടായിരുന്നില്ല, തന്നടക്കമില്ല. മറ്റുള്ളവരെ ഇകഴ്ത്തി, മറ്റുള്ളവരെ മോശപ്പെടുത്തി, വളരെ വൾഗറായിട്ട്, അതും ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ലാതെ
ഒരു റീസൺ ഉണ്ട് നിങ്ങൾ ഒരാളെ പറ്റി പറയണമെങ്കിൽ ഓക്കെ, അയാളെ പറ്റി ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടു, നിങ്ങൾക്കത് പറയണമെന്ന് തോന്നി, ഓക്കെ, നമുക്കത് മനസ്സിലാകും. പക്ഷെ ഇത് ആ പെൺകുട്ടി ജീവിക്കാൻ പാടുപെടുകയാണ്. ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു ആ പെൺകുട്ടി. അതിനെയാണ് നിങ്ങൾ ആക്രമിച്ചത്. ആ കുടുംബത്തിലെ ഓരോ പെൺകുട്ടികൾക്കും നിങ്ങൾക്കെതിരെ സ്റ്റേറ്റ്മെന്റ് തരാൻ കഴിയും. അമ്മാതിരി നിങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു വിവാഹ ജീവിതത്തിൽ പോയി അയാൾക്കൊപ്പം സ്വസ്ഥമായി ജീവിക്കുന്ന അവളെ അവിടെ നിന്നും ആ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാനുള്ള വഴികളാണ് നിങ്ങൾ പബ്ലിക് മീഡിയയിൽ കൂടെ പറഞ്ഞത്. അവളുടെ ഫോട്ടോ മാത്രം കാണിച്ചില്ല എന്നതൊഴിച്ചാൽ അവളെ അത്രത്തോളം നിങ്ങൾ അവഹേളിച്ചു. അതിനൊപ്പം മറ്റു പെൺകുട്ടികളെയും നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ നിന്നുകൊണ്ട് കുറേ പെണ്ണുങ്ങളെ കൊണ്ട് നിങ്ങളത് പറയിച്ചു. ഷാലുവിനെയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വക്കാലത്ത് പറയിച്ചപ്പോൾ ഞാൻ എട്ടിത്തരിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇതുപോലെ ആൺകുട്ടികളിൽ നിന്ന് അപമാനം ഏൽക്കേണ്ടി വന്ന പെണ്ണുങ്ങൾ നിന്റെ അടുത്ത് വന്ന് ഈ വർത്തമാനം പറഞ്ഞപ്പോൾ അവൾക്കും കിട്ടി. ഏതോ ഒരു പ്രോജക്റ്റിന് വേണ്ടി പോകുമ്പോൾ അവൾക്കും ഇതുപോലെ ഹോട്ടൽ റൂമിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ആ വിഷയം എടുക്കാനേ പോയില്ല, കാരണം അവൾ അത് അർഹിക്കുന്നില്ല. അവള് ഈ പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് എഗൻസ്റ്റ് ആയിട്ട് നിന്റെ ഒപ്പം ചേർന്ന് നക്കപ്പിച്ച നീ ഇട്ടുകൊടുത്ത് ആ ഒരു നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വിഷയം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അയാളെ അന്വേഷിക്കാനോ അല്ലെ അതിനുവേണ്ടി അനുകൂലിക്കാനോ ഒന്നുമല്ല. എനിക്ക് മനസ്സിൽ തോന്നി, ഇത് ഞാൻ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇയാൾ മരിച്ചോ ഇല്ലയോ, ഇനി അയാൾക്ക് എന്തെങ്കിലും അസുഖമാണോ ഇല്ലയോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനിത് കണ്ടെന്നേ ഉള്ളൂ. കണ്ടപ്പോൾ ഈ ഒരു വേർഡൊക്കെ എഴുതിയിട്ട് നിനക്കിങ്ങനെ ഇരിക്കേണ്ടി വരുന്നതിൻ്റെ അവസ്ഥ എന്തെന്നറിയാമോ? ഇതേ അവസ്ഥയിൽ കൂടെ ആ പാവം കുട്ടി പോയിട്ടുണ്ടായിരുന്നു. ഫരീദ അനുഭവിച്ച അതേ വേദനകളിൽ കൂടെ നീയും പോകുന്നത് കാണുമ്പോൾ ഒരു സമാധാനം. ഇതിലിപ്പം ഷാക്കീറിനെയോ ഷാലുവിനെയോ കുറ്റപ്പെടുത്താനല്ല ഞാനിത് ചെയ്തത്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാര്യകാരണ സഹിതം എന്താണെന്നുള്ളതൊക്കെ അവർക്കേ അറിയുള്ളൂ. സുഹൃത്തുക്കൾ പോലും കൈയൊഴിഞ്ഞൊരു നിലയിലാണുള്ളത്. പക്ഷേ ഉയർച്ചയുടെ അങ്ങേയറ്റം കൊടുമുടിയിൽ നിൽക്കുകയാണ് പുള്ളി. പിന്നെ എന്തിനാണ് ഈ പ്രഹസനമെന്ന് അറിയത്തില്ല. കുടുംബത്തിനെ നോക്കണം, കുടുംബക്കാരെ നോക്കണം എന്ന് പറയുമ്പം ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയി ഒരു കുഞ്ഞ് നിൻ്റെ ഒപ്പമുണ്ട്. ഓർത്ത് നോക്കിയാണ്. ഇപ്പം നമ്മൾ സെപ്പറേറ്റഡ് ആവുകയാണ്. അത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സെപ്പറേറ്റഡ് ആകുമ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പൊരുതാറുണ്ട്. എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്ത് രണ്ടുപേർക്കും കാണണമെന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ ഏർപ്പാടാക്കാത്തത്? പകരം അമ്മ അല്ല, അവളല്ല ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത് ഇയാൾ. പാസ്പോർട്ടിൽ പോലും ആ പെൺകുട്ടിയുടെ പേരങ്ങ് മാറ്റി കൊടുത്തു. അവൾ അതിന് പെർമിഷൻ ഒപ്പിട്ട് കൊടുത്തു. കാരണം ശല്യം അത്രയ്ക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഒരു അമ്മയുടെ മനസ്സോർത്ത് നോക്കിയാണ്. താൻ മുന്നോട്ട് ജീവിക്കില്ല, തനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് പോലും ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാലം കൊണ്ടെത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കുഞ്ഞിന് അച്ഛനുണ്ടല്ലോ, അച്ഛൻ കല്യാണം കഴിച്ചവൾ നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ, ശരി അവരെ കൂടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത സ്ത്രീയെ പിന്നീട് പോയിരുന്നുകൊണ്ട് ചാനലിരുന്ന് അവഹേളിക്കുന്നതെന്ന് കണ്ടത്. എന്തായിരുന്നു അവഹേളനമെന്നല്ലേ? ഇവള് നമ്മുടെ കുഞ്ഞിനെ എനിക്ക് എഴുതി തന്നത് പൈസ വാങ്ങിയിട്ടാണ്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ അമ്മാതിരിയൊക്കെ ചെയ്തിട്ട് ഇന്ന് ആ കുഞ്ഞിന് ആഹാരമില്ല, അല്ലെങ്കിൽ അതിനെ നോക്കാൻ ത്രാണിയില്ല, ഈ പ്രോഡക്റ്റ് നിങ്ങൾ നോക്കിക്കോണേ എന്നൊക്കെ നിനക്ക് പറയേണ്ടി വരുന്നില്ലേ? ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുക എന്നുള്ളതാണ്. ഏതായാലും എന്തായി എന്നറിയാൻ ആഗ്രഹം ഇല്ല. അത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റിൽ പറയുക. എനിക്ക് തോന്നുന്നില്ല, വലിയ കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ, എന്തായോ ഒന്നും അറിയില്ല. ഇതൊക്കെ പ്രഹസനങ്ങളും ആകാം, കാരണം ഇവന് വിശ്വസിക്കാനൊക്കത്തില്ല. നോണകളുടെ മേലൊരു ചീട്ട് കൊട്ടാരമാണ് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകർന്ന് താഴെ വീഴും. പതനം കണ്ട് സന്തോഷിക്കുന്നതല്ല, പതനം ഉണ്ടാകും എന്നൊരു സൂചനയാണ് നിന്റെ ഈ പതനത്തിൽ മനസ്സിലായിട്ടത്. അത് ഏകദേശം ഒരു പതനം തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എഴുതൂലല്ലോ. ഓറൽസ് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ആളുകൾ എടുത്ത് വെച്ച് ചർച്ച ചെയ്യുമെന്നോ അതിൽ കൂടെ നിനക്കൊരു വ്യൂ വരുമെന്നോ ഒക്കെ നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ക്യാരക്ടറിനാണ് വാല്യൂ. നീ കാണിക്കുന്ന സംഗതികൾക്കല്ല, ക്യാരക്ടർ. ഈ ഒരു വിഷയത്തിൽ നീ ഒരു യാഥാസ്ഥിതികനായിരുന്നു, അതുകൊണ്ട് നിന്നെ എല്ലാവരും കണ്ടു. ആ യാഥാസ്ഥിതികത്തിൽ നിന്ന് വിട്ട് നീ വേറെ ഏതോ ലെവലിലേക്ക് പോയി. നീ പെട്ടെന്ന് തന്നെ ഇപ്പം പ്രിൻസായി നിനക്കൊരു തോന്നൽ വന്നു. നീ അത് വെച്ചിട്ട് ആളുകളെ ജഡ്ജ് ചെയ്തു, ആളുകളെ ഉപദ്രവിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് നിനക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആർക്കും ഒന്നും തോന്നണ്ട, ആർക്കും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ബട്ട് അതൊരു ഫാക്റ്റാണ്. ഫാക്റ്റ് ഈസ് ഫാക്റ്റ്. ആ പെൺകുട്ടി അനുഭവിച്ച വേദന എന്തെന്ന് അറിഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. അത്രയ്ക്കുണ്ട്, അത്ര വേദന ആ മോള് അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്. നമ്മളുടെ കൺമുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ കയ്യിൽ 10 പൈസയില്ല ട്രീറ്റ്മെൻറ്റിന്, മെഡിസിൻ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നൊരു സിറ്റുവേഷൻ ആർക്കെങ്കിലും വന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അയാൾക്കൊപ്പം ജീവിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. അവൾ അതിന് കൊടുക്കേണ്ടി വന്ന വില നിസ്സാരമായിരുന്നില്ല. താങ്ക് യു.